അത് അന്ന് അതിൽ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചിരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെ ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ജോർജ് കുട്ടി റിഫ്ലെക്സിൽ ജീവിക്കുന്ന ഒരാളാണ്. ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്ന സമയത്ത് ദൃശ്യം 1ലെ 2 സീനുകൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ജിത്തു സാറ് തന്നെ ദൃശ്യം ഇറങ്ങിയ സമയത്ത് പറഞ്ഞതാണ്. അതായത് ഓഗസ്റ്റ് 2-ന് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന സമയത്ത് മോഹൻലാൽ സാറ് ജോർജ് കുട്ടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആവുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് എസ്തർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അതായത് സഹദേവൻ ജോർജ് കുട്ടിയുടെ മുഖത്തേക്ക് ചവിട്ടിയതിന് ശേഷം ഫാമിലി മുഴുവൻ പേടിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും റാണീനെയും ഒക്കെ നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം അത് വെങ്കിടേഷ് സാർ അദ്ദേഹം പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിലുള്ള സീനാണ് ദൃശ്യം 1-ലെ. ഇത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആദ്യത്തെ സീനിൻ്റെയും രണ്ടാമത്തെ സീനിൻ്റെയും, സാർ ആ മാജിക് എങ്ങനെയാണ്? അല്ലെങ്കിൽ അതായത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത് തന്നെയാണോ സാർ അത് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ആ നിമിഷത്തിൽ സംഭവിച്ചതാണോ ഈ രണ്ടും? ആ മുഖത്ത് വിരിഞ്ഞ ചിരിയും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഉൾക്കിടലും. അല്ല, അതിലിപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിൽ ചില ഇത്തരം റിയാക്ഷൻസ് ഒന്നും എഴുതാൻ പറ്റില്ല. അതൊരു പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടർ പറയാം, വേണമെങ്കിൽ നിങ്ങൾ ഈ സമയത്തൊന്ന് ചിരിക്കുമെന്ന് പറയാം. അത് നമ്മൾ ആ സീനൊക്കെ അതിൻ്റെ ഒരു എനിക്കൊന്ന് ടുവേഴ്സ് എൻഡിലൊക്കെ എടുത്ത സീൻസാണ്. അപ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ഗ്രോ ചെയ്ത് കഴിഞ്ഞു. അയാളുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കും, അല്ലെങ്കിൽ ഡയറക്ടർക്ക് കൂടുതൽ മനസ്സിലാകാൻ സാധിക്കും. അപ്പം ഇതിൽ ആ ചിരിയിൽ അയാളും കൂടെ പേടിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ ഫാമിലി തകർന്നു പോകും. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അത് അന്ന് അതിൽ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചിരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെ ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ആ ഒരു പൊസിഷനിൽ ഒരു മാജിക് ഇഫാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ വന്നാൽ എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നൊരു. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ അതിനെ വളരെ ഇൻ്റലിജൻ്റായിട്ട് കൈകാര്യം ചെയ്തു. മറ്റേതും അറിയാതെ സംഭവിക്കുന്ന ഒരു ഞെട്ടലാണ്. അതിപ്പം ഒരു ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും ചെയ്താലേ അറിയുള്ളൂ. അയാൾ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടിക്കഴിഞ്ഞാൽ വൃത്തികേടല്ലേ. അപ്പോൾ അകത്തൊരു ഉൾക്കിടിലം എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. അതെങ്ങനെ അത് റിയാക്ട് ചെയ്യണമെന്നത് ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു റിഫ്ലെക്സാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ജിത്തു പല ഇൻ്റർവ്യൂവിലും പറഞ്ഞാൽ ജോർജ് കുട്ടി റിഫ്ലെക്സിൽ ജീവിക്കുന്ന ഒരാളാണ്. ഭയങ്കര റിഫ്ലെക്സാണ് അയാൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമാനൊന്നുമല്ല, ഒരു പെട്ടെന്നുള്ള റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു 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 എപ്പോഴും അവർ പറയാറുണ്ട്, നമുക്കൊരു എന്താ പറയേണ്ട, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കോശങ്ങൾ തുറക്കുന്നതാണ് പറയുന്നത്. അതൊരു രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്. അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ജോർജ് കുട്ടി കൈകാര്യം ചെയ്തു. കാര്യം അയാളുടെ ഒരു മോശമായ അല്ലെങ്കിൽ ഒരു റോങ് എക്സ്പ്രഷനിൽ ചിലപ്പോൾ ഈ ദൃശ്യം അവിടെ നിന്ന് പോകും, ആ കഥാപാത്രവും ആ സിനിമയിൽ നിന്നു. കാര്യം അയാളെ പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടാതിരിക്കാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പക്ഷേ എഴുതി വയ്ക്കാം, അത് ഒരു പക്ഷേ എഴുതി വയ്ക്കാതെ ആ ക്യാരക്ടറിലൂടെ നമുക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന് വന്ന് അത് പറയും, അങ്ങനല്ല, നമുക്കിങ്ങനെയാണ് വേണ്ടത്. അപ്പം അങ്ങനെ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ട്, അല്ലെങ്കിൽ അത് നന്നായി എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അത് അപ്പോൾ വരുന്ന ചില റിഫ്ലെക്സുകളാണ്. അത് ജോർജ് കുട്ടിയെ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊരു റിഫ്ലെക്സ് വരുന്നതാണ് ചെയ്തു പോകുന്നത്. ജിത്തു സാറിന് അല്ല, ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇനി ജിത്തുവിന് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്താ പറയാനുള്ളത് ആ 2 സീനിനെയും പറ്റിയിട്ട്? അല്ല, അതിനകത്ത് ലാസർ പറഞ്ഞല്ല, മറ്റേ ചിരിക്കുന്ന വെച്ചാൽ ഇത് കിട്ടിക്കുമ്പോൾ വേദന കലർന്നൊരു ചിരിന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷെ അത് ഇപ്പോൾ എഴുതി വെച്ചതുപോലെ അതുപോലെ തരണം ആക്ടർ ഇതാണ്. നമുക്കത് ചുമ്മാ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മറ്റേതിനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് അതിന് എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണയില്ല. എനിക്ക് ഇത്ര അറിയാം, അത് പുറമേ കാണാൻ പാടില്ല, ആ ഞെട്ടൽ പുറമേ കാണാൻ പാടില്ല. ഞാൻ സാർ ഓർക്കുന്നുണ്ടോ, ഞാൻ സാറേ നമുക്ക് ഞെട്ടൽ വേണ്ട, പക്ഷേ ഉള്ളൊന്ന് പെടയൽ, ഉള്ളിൽ ഒന്ന് പെടച്ചു, അത് പുറമേ കാണരുത്. കാരണം അവിടെ പോലീസുകാരൻ ഇരിപ്പുണ്ട്. കാരണം അതിലിങ്ങനെ ഞെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് കണക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. കാരണം എനിക്കും അറിയില്ല അതെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്, എനിക്ക് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഉള്ളിലൊരു പെടച്ചിലുണ്ടാണ്, അത് പുറത്ത് ഞെട്ടലായിട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് കറക്റ്റ് സാറേ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഇത് തന്നെ വേണ്ട എന്ന് പറയുന്നൊരു സാധനം.
ഇപ്പം റാണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റാണി ദൃശ്യത്തിൻ്റെ ഒരു ഇന്നസെൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. റാണിയാണ് ഇപ്പം ദൃശ്യം 1-ൻ്റെ സമയത്ത് ഈ ഓഗസ്റ്റ് 2 പെട്ടെന്ന് പറഞ്ഞു പോകുന്നതും, ദൃശ്യം 2-ൽ വന്ന സമയത്ത് ആ പോലീസുകാരിനെ ലൈക്ക് ഷീ എല്ലാ കുഴപ്പമുണ്ടാക്കുന്ന ആളാ. അങ്ങനെ ജോർജ് കുട്ടി എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റായി വരുമ്പോൾ റാണി ഇടയ്ക്കൊന്ന് സ്ലിപ്പാവും. ഇപ്പൊ 3-ലേക്ക് വരുന്ന സമയത്ത് റാണിയ ഇത്രയും വർഷമായല്ലോ, ഇപ്പൊ റാണിയുടെ ഉള്ളിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. റാണിയ ഇന്നസെൻസ് വിട്ടിട്ട് ലൈക്ക് കുറച്ചും കൂടെ ഒരു കണ്ണിങ് ഫേസിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞു. ഹൗസ് ദൃശ്യം 3-ലെ റാണി എങ്ങനെയാണ് നമുക്ക് മുമ്പിൽ എത്തുന്നത്? റാണി ബേസിക്കലി ഒരു പാവം ഒരു പെണ്ണാണ്. സോ എന്തായാലും ഫാമിലി മോളുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവളുടെ ഒരു അമ്മയുടെ ഒരു എന്താ പറയുക, ദ പ്രൊട്ടക്റ്റീവ്നെസ് എന്തായാലും അത് ഉണ്ടാവും. പിന്നെ മോള് നന്നാവണം, അവരുടെ ഭാവി നന്നാവണം, അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു റെഗുലർ അമ്മയാണ്. ആൻഡ് അതേപോലെ വെരി പ്രൊട്ടക്റ്റീവ് മദറാണ്. ആൻഡ് എന്ത് ഇന്നസെൻ്റ് ആയാലും സംടൈംസ് ആ റിഫ്ലെക്സ് പറയുന്നത് പോലെ മോക്ക് അവരുടെ ജീവിതം അങ്ങനെ വരുമ്പോൾ, സീരിയസ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റിഫ്ലെക്സ് ആയിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അത് ഇറ്റ് കംസ് നാച്ചുറലി അല്ലേ, നമുക്ക് ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം, ഇറ്റ് ഡസൻ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഇറ്റ് റിഫ്ലെക്സ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ക്യാരക്ടർ അങ്ങനെ ഉണ്ട്. അത് 13 ഇയേഴ്സിൽ കൂടെ ആ ഫാമിലി മുഴുവൻ വളർന്നിരിക്കും, അതൊരു ഇവോൾവ് ചെയ്യുന്നതാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഒരു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ ജോർജ് കുട്ടി പറഞ്ഞു, നീ ഇങ്ങനെ ഒന്നും പറയരുത്, ആവശ്യമില്ലാത്തതൊക്കെ പറയരുത് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും, അത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൽ വളരെ മര്യാദയ്ക്കാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അവർക്കും ഇതിൻ്റെ എപ്പോഴായാലും ഒരു ഫിയർ കോംപ്ലക്സ് എല്ലാവർക്കും ഉണ്ട്. അതാണ് ശരി. 13 വർഷം കഴിഞ്ഞിരിക്കുന്നു, കുട്ടികൾ വലുതായി, കുട്ടികൾ പല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി, അമ്മയടുത്തും ചോദിക്കാം അല്ലേ. രണ്ടാമത്തെ കൊച്ച് ഭയങ്കര കുറച്ചുകൂടെ ഓവർ സ്മാർട്ടാണ്. കാര്യം ആദ്യത്തെ നമ്മുടെ മോൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അവൾക്കൊരു സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടായിട്ട്, ഒരു ട്രോമയിൽ നിന്നുണ്ടായിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ അവളൊരു സൈലൻറ്റ് ക്യാരക്ടറാണ്. അവർക്കും ഭയങ്കര ഗിൽറ്റാണല്ലോ, ഞാൻ കാരണമാണ് എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടാവും. ആ കുട്ടി വലുതായി, പിന്നെ അവരുടെ കല്യാണം, കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്, ഒരു ട്രോമയിലൂടെയാണ് നടക്കുന്നത്. ഈ 13 വർഷം കൊണ്ട് അയാൾ സഫർ ചെയ്ത പോലെ ലോകത്താരും സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അയാൾക്കുള്ള ശിക്ഷ എന്നാണ് പറയാം. ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അയാൾ ഏത് അറ്റം വരെയും പോകുമെന്ന് പറയുന്നതും ആദ്യ സിനിമയിൽ പറഞ്ഞത് കൊണ്ടാണ് രണ്ടാമത്തെ സിനിമ ഉണ്ടാകുന്നത്, മൂന്നാമത്തെ സിനിമ ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു പക്ഷേ ഈ 3 സിനിമയ്ക്ക് വേണ്ടി എഴുതുകയല്ല, അതൊരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റേറ്റ്